എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു കഴിഞ്ഞ മാസം. കാശ്മീരിൽ നിന്ന് എന്നെ കാണാൻ വന്നവനാണ്. അയാൾ ഭാര്യയും ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ഒരു സ്കൂളിന്റെ കട്ടളം കാണിച്ച് അയാൾ പറഞ്ഞു, ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്കൂളാണ്. ഇസ് ഇറ്റ് എ സ്കൂൾ? അത് സ്കൂളാണ്. എ പ്രൈവറ്റ് സ്കൂൾ അല്ല, ഇറ്റ്സ് എ ഗവൺമെന്റ് സ്കൂൾ. നമ്മളെല്ലാം മറന്നുപോയോ 10 കൊല്ലം മുമ്പുള്ള കേരളത്തിൻ്റെ കാര്യങ്ങൾ. അന്ന് UDF-ന്റെ ഭരണമായിരുന്നു. വലിയ പട്ടിക വന്നു. ആ പട്ടിക കുറേ സ്കൂളുകളുടെ പേരാണ്. ഗവൺമെൻറ് അന്ന് പറഞ്ഞു, UDF പറഞ്ഞു, ഈ സ്കൂളെല്ലാം പൂട്ടാൻ പോവുകയാണ്. എന്താ പൂട്ടാൻ പോകുന്നത്? ആ സ്കൂളൊന്നും ഇക്കണോമിക്കല്ല, ലാഭകരമല്ല. പൊതുപള്ളിക്കൂടങ്ങളാണ്, അല്ലാതെ കച്ചവട സ്ഥാപനങ്ങളല്ല. സർക്കാർ സ്കൂളുകൾ പൂട്ടാൻ പോയപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞു, പൂട്ടാൻ കാരണം അവ ലാഭകരമല്ല, അതുകൊണ്ട് അത് പൂട്ടാൻ പോവുകയാണ്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കിയത് ആരാണ്? വിദ്യാലയങ്ങൾ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് നോക്കി തുറക്കേണ്ടവയല്ല, പൂട്ടേണ്ടവയല്ല. അത് അവകാശമാണ്. തലമുറയ്ക്ക് അവകാശമുണ്ട് പഠിക്കാൻ. ആ പാഠം LDF അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കീഴിൽ ആ പട്ടികയില്ല. പൂട്ടാൻ പോകേണ്ട ഒറ്റ പള്ളിക്കൂടവുമില്ല LDF ആഴ്ചയിൽ കീഴിൽ. എന്ന് മാത്രമല്ല, എല്ലാ പള്ളിക്കൂടങ്ങളുടെയും മുഖച്ഛായ മാറി, എല്ലാ സ്കൂളും മാറി. എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു കഴിഞ്ഞ മാസം. കാശ്മീരിൽ നിന്ന് എന്നെ കാണാൻ വന്നവനാണ്. അയാൾ ഭാര്യയും ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ഒരു സ്കൂളിൻ്റെ കട്ടളം കാണിച്ച് അയാൾ പറഞ്ഞു, ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്കൂളാണ്. ഇസ് ഇറ്റ് എ സ്കൂൾ? അത് സ്കൂളാണ്. എ പ്രൈവറ്റ് സ്കൂൾ അല്ല, ഇറ്റ്സ് എ ഗവൺമെന്റ് സ്കൂൾ. സർക്കാർ സ്കൂളോ? ഇത്രയത്തില്ല സ്കൂളോ? വിശ്വസിക്കാൻ അയാൾക്കായില്ല. ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല. ഒരാൾ ബീഹാറിൽ നിന്നും വന്നാൽ, ഒരാൾ UP യിൽ നിന്നും വന്നാൽ, മഹാരാഷ്ട്രയോ മറ്റെവിടെയോ ആകട്ടെ വന്നവൻ നമ്മുടെ എല്ലാം വിദ്യാലയങ്ങൾ കണ്ടാൽ, ഗവൺമെൻറ് സ്കൂൾ കണ്ടാൽ അവർ പറയും, ഇതെന്തോ ഹോസ്റ്റലാണെന്ന് പറയും. മനോഹരമാണതിൻ്റെ അകവും പുറവും. വിദ്യാർത്ഥികളെ നാം ചേർത്ത് പിടിച്ചത് അങ്ങനെയാണ്. നമ്മുടെ മക്കളെ നാം കൈവിട്ടിട്ടില്ല. നാം പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. മക്കളെ നമ്മൾ മൂല്യബോധം പഠിപ്പിക്കും. നാം സമത്വത്തെപ്പറ്റി പഠിപ്പിക്കും. അതുകൊണ്ട് സമത്വത്തെ നിരാകരിക്കുന്നതിനെയും നമ്മൾ വളം വെച്ച് കൊടുത്തില്ല. ഇത് ചെറിയ കാര്യമല്ല. നയങ്ങളിലെ വ്യത്യാസമാണ്. വ്യത്യാസം അതുകൊണ്ട് അക്ഷരം മാത്രമല്ല. വലതുപക്ഷത്തിൻ്റെ എല്ലാ നാവുകളും പറയുന്നു വ്യത്യാസമൊന്നുമില്ല എന്ന്. LDF-ഉം UDF-ഉം എല്ലാം കണക്കാണെന്ന് പറയുന്നു അവർ. LDF-നകത്തൊരു എല്ലുണ്ട്, UDF-നൊരു U ഉണ്ട്. ഒറ്റ അക്ഷരം മാത്രം വേറെ, ബാക്കിയെല്ലാം ശരി. ഈ നാട് പറയട്ടെ, വ്യത്യാസം ഒറ്റ അക്ഷരമാണോ? ആണോ? അല്ല. വ്യത്യാസം കടലോളം വലുതാണ്. വ്യത്യാസം ആകാശത്തോളം വലുതാണ്. ആ വ്യത്യാസമാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കിയത്. ആ വ്യത്യാസമാണ് വലതുപക്ഷത്തെ വലതുപക്ഷമാക്കിയത്. അതിൻ്റെ സന്ദേശമാണ് ഈ ജാഥകൾ എല്ലായിടത്തും പറഞ്ഞത്.